സ്വാലിഹ് കേരളത്തിലുടനീളം വളരെ ശക്തമായ സമരം നടക്കുകയാണ്. എല്ലാവരും മുന്നോട്ട് വെക്കുന്നത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, ലേബർ കോഡിൽ നിന്നും കേന്ദ്രം പിന്നോട്ട് മാറുക, ആ പിന്നോട്ട് മാറുന്നത് വരെ സമരമുഖത്തുണ്ടാകുമെന്നൊരു ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ഓരോ ജില്ലയിലും തൊഴിലാളികൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? തീർച്ചയായും മലപ്പുറത്ത് GST ഓഫീസിന് മുൻപിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്, ഉപരോധം നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ജീവനക്കാർ എത്തുന്നത് തടയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. 10 മണിയോടെ പ്രകടനം ആരംഭിക്കും. വലിയ തോതിൽ പ്രവർത്തകർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ പ്രവർത്തകർ ഇവിടെ എത്തി കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇന്നത്തെ ഈ സമര പരിപാടികൾ എങ്ങനെയാണ്? ഇന്ന് ദേശവ്യാപകമായ സമരമാണ്. ഇന്ത്യയിൽ നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നവഫാസിസത്തിനെതിരെ ഓരോ ജനവിഭാഗങ്ങൾ സമരരംഗത്തേക്ക് വരികയാണ്. ആദ്യം കൃഷിക്കാർ, പിന്നീട് തൊഴിലാളികൾ. ആ 2 സമരങ്ങളിൽ നിന്ന് ആവേശം കൊണ്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇപ്പോൾ ഈ പുതിയ പശ്ചാത്തലത്തിൽ തൊഴിലാളി കർഷക ഐക്യനിര ഇന്ത്യയിൽ വളർന്നു വരികയാണ്. ഇത് ഇന്ത്യയിലെ ഉൽപാദന മേഖലയിൽ ഇടപെടുന്ന ആളുകളാണ് തൊഴിലാളികൾ, കൃഷിക്കാർ. അവരൊറ്റക്കെട്ടായി സമരരംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുകയാണെന്ന് അർത്ഥം. കേന്ദ്ര ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരെ ഇന്ത്യയിൽ പടയൊരുക്കം തുടങ്ങി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തുടക്കമാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവസാനം കണ്ടുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ ഈ സമര പോരാട്ടങ്ങൾ അവസാനിക്കൂ. പുതിയ നയങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് പ്രകടനം തുടങ്ങുന്നത്? പ്രകടനം ഇപ്പൊ ആരംഭിക്കും. നമ്മളെ കലക്ടർ ബംഗ്ലാവിന്റെ GST ഓഫീസ് ഇന്ന് തുറക്കാൻ അനുവദിക്കില്ലല്ലോ, തുറക്കാൻ അനുവദിക്കുകയുണ്ടാവില്ല. തീർച്ചയായും വലിയ തോതിൽ കർഷക തൊഴിലാളികളും കർഷകരും അതോടൊപ്പം തന്നെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൂർണ്ണമായും ഈ GST ഓഫീസ് ഉപരോധിക്കാനാണ്, അത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും രാവിലെ 6 മണിയോടെ തന്നെ പ്രവർത്തകർ ഏതാണ്ട് ഇവിടെ എത്തി ഈ ധർണ ഉപരോധം ആരംഭിച്ചിട്ടുണ്ട്. സിന്ധൂരി.